ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആ, 7 ഘട്ടങ്ങളിലായി നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നത് വിശദീകരിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു വലുപ്പം വ്യക്തമാണ്. കഴിഞ്ഞ വർഷമാണ് ചൈനയെ മറികടന്ന് ഇന്ത്യ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏതാണ്ട് 100 കോടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് 96.8 കോടി വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, റഷ്യ ഈ 3 മേഖലകളിലെ ആകെ ജനങ്ങളെക്കാൾ വോട്ടർമാരുണ്ട് ഇന്ത്യയിൽ എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഞാനിന്നിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നോക്കുകയായിരുന്നു. അപ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇന്ത്യയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാം. ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യയിലെ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കാണുന്നു. ഒരിക്കൽ കൂടി ജയിച്ചാൽ അതിനുകൂടി ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. നരേന്ദ്രമോദിക്ക് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഹാട്രിക് വിജയം നേടുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാകാൻ സാധിക്കും എന്നുള്ളതാണ്. 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ 7 ഘട്ടങ്ങളിലാണ് കേരളത്തിൽ 26 ഒറ്റഘട്ടമായിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾക്ക് കണക്ക് തീർക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. നോക്കൂ, കേരളത്തിൽ ഒരൊറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. നമ്മൾ ദ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്ന കേരളത്തെക്കുറിച്ചുള്ള കേരളത്തെ ഉയർത്തി കാണിക്കുന്ന സിനിമകളൊക്കെ ഇറങ്ങിയിരുന്നല്ലോ. ആ ഘട്ടത്തിൽ പറഞ്ഞത് ഇതൊരു കശ്മീരായി മാറുകയാണ് എന്നായിരുന്നു. നോക്കൂ, അന്ന് ഏറ്റവും കൂടുതൽ കേരളത്തെ അപവാദം പറഞ്ഞ് ചിരിച്ച ആളുകൾ യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ 7 ഘട്ടങ്ങൾ ആകെ ഉള്ളപ്പോൾ 7 ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ്. അവിടത്തേക്ക് സംവിധാനം ആ നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അമിത്ഷാ അന്ന് കർണാടകത്തിൽ ഇരുന്നു കൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ തൊട്ടടുത്ത് കേരളമാണ് എന്ന്. ആ കർണാടകത്തിൽ എത്ര 2 4 മറ്റോ ഘട്ടമുണ്ട്. ഏതായാലും കേരളത്തിൽ കേരള അടക്കമുള്ള തമിഴ്നാട് അടക്കമുള്ള സെക്യുലർ സ്റ്റേറ്റുകളിലൊക്കെ തന്നെയും ഒരു ഘട്ടമേ ഉള്ളൂ. കേരളം ചെറുതാണെന്ന് പറഞ്ഞാൽ തമിഴ്നാടുണ്ടല്ലോ വലിയ സംസ്ഥാനം. അപ്പോൾ സെക്യുലർ സ്റ്റേറ്റുകളിലൊക്കെ തന്നെയും ഒരു ഘട്ടം മാത്രമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിലെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഞാനതിനെ പ്രവചനാതീതം എന്നേ പറയുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ചൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല. LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 1ാം പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ശബരിമല, രാഹുൽ ഗാന്ധി വരുന്നതിലൂടെ കോൺഗ്രസിനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ള ഒരു തീം ഇവിടെ വർക്ക് ചെയ്തിരുന്നു. ഇത്തവണ ഈ 2 കാര്യങ്ങളും എന്തായാലും ഇല്ല. ശബരിമലയില്ല, രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ടൊരു പുതിയ ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് മാത്രം ജയിപ്പിച്ചുകൊണ്ട് ഒരു UDF അനുകൂല തരംഗമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആഖ്യാനം എന്തായാലും ഇന്നിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. ഇതിനകം തന്നെ ഇന്ത്യ മുന്നണിയിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ദേശീയ തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ NDA മുന്നണിക്കെതിരെ ഇന്ത്യ മുന്നണി എന്നൊരു പുതിയ സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ഈ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഘടകങ്ങൾ? നോക്കൂ, മഹാരാഷ്ട്ര, ബീഹാർ തുടങ്ങിയ ഇടങ്ങളിൽ വലിയ നിലയിൽ ആൻറ്റി ഇൻകംബൻസി ഇതിനകം തന്നെ ബോധ്യമാകുന്ന വിധത്തിൽ അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നോക്കൂ, നമ്മൾ ഇപ്പം നിൽക്കുന്ന ഇന്നത്തെ 16-ാം തീയതി അല്ലേ? ഇന്ന് 16-ാം തീയതി. 26-ാം തീയതിയാണ് കഴിഞ്ഞ 2019 26-ാം തീയതിയാണ് ബാലാക്കോട്ട്. നമ്മൾ ഇന്ന് അല്പം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒന്ന് അസസ് ചെയ്തത് ഇനിയൊരു നറേറ്റീവിന് സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു 10 ദിവസം കഴിയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാലാക്കോട്ടുണ്ടായി. ആ ബാലാക്കോട്ടിന് ശേഷമാണ് നാടകീയമായി ഇന്ത്യൻ സാഹചര്യം മാറിയത്. 8 ആഴ്ച മുമ്പ്, അതായത് ഫെബ്രുവരി 14-ന് പുൽവാമ, ഫെബ്രുവരി 26-ന് ബാലാക്കോട്ട്. അതെ. അപ്പോൾ 23-ന് പിന്നെ പുൽവാമ, 26-ന് ബാലാക്കോട്ട്.
അല്ലല്ല, ഫെബ്രുവരി ഫെബ്രുവരി 14-നാണ് പുൽവാമ. 14-ന് പുൽവാമ, 23-ന് ഞാൻ നമ്മുടെ പാകിസ്ഥാനെ അർണബ് ഗോസ്വാമിയുടെ ചാറ്റാണ്. ആ ചാറ്റാണ്. അതെ അതെ. 26 8 ആഴ്ച മുമ്പ് ഇലക്ഷന് അപ്പോൾ 8 ആഴ്ച. ആ നിലയിലുള്ള ഒരു നറേറ്റീവിന് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഒരു വ്യത്യസ്തമായ ഒരു നറേറ്റീവ്, ഇന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നറേറ്റീവ് ഇനി ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ 2019 രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. ഇത്തവണ അത് BJP-യുടെ കയ്യിലാണ്. ഏതോ ആൻറ്റി ഇൻകംബൻസി വരണമെങ്കിൽ അത് കോൺഗ്രസിനെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഇനി വടക്കേ ഇന്ത്യയിൽ എവിടെയും ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. കോമ്പൗണ്ടഡ് ആൻറ്റി ഇൻകംബൻസി വേണമെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് BJP-ക്കെതിരെയാണ്. അവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വേണമെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതാണ്. 75-ലും 89-ലും കോൺഗ്രസിന് ഈ പറയുന്ന കോമ്പൗണ്ടഡ് ആൻറ്റി ഇൻകംബൻസി വേണ്ടി വന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങളെല്ലാം കോൺഗ്രസ് ഭരിക്കുന്നു. അതിനെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിലാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രണ്ടും കൂടി ചേർന്നുള്ള ആൻറ്റി ഇൻകംബൻസി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ പക്ഷേ എന്നാൽ മോദിയുടെ ഒരു കൾച്ചറൽ നാഷണലിസം ഉണ്ട്. ആ കൾച്ചറൽ നാഷണലിസത്തിൻ്റെ ഒരു റിവൈവൽ കൊണ്ടുവന്നിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള അജണ്ട മതി എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും രാമക്ഷേത്രവും അതിൻ്റെ പ്രാണപ്രതിഷ്ഠയും CAയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാ ചിന്താധാരകളെയും ഒരുമിപ്പിക്കണം. ഇന്ത്യ മുന്നണിക്ക് ആ നിലയിൽ നോക്കൂ, നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ലല്ലോ കാര്യങ്ങളെല്ലാം തന്നെയും. 2019 ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ മുന്നണി എന്ന സങ്കല്പം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ വടക്കേ ഇന്ത്യയിലെ BJP അപരാജിത ശക്തിയാണ് എന്ന് പറയുമ്പോൾ അവിടെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും, സമാജ്വാദി പാർട്ടി ഒരു സ്ഥാനാർത്ഥി നിർത്തും, ബംഗാളിൽ നിന്ന് പോയി തൃണമൂൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി നിർത്തും, ഡൽഹിയിൽ നിന്ന് വന്ന് ആം ആദ്മി പാർട്ടി ഒരു സ്ഥാനാർത്ഥി നിർത്തും, AMIM എവിടെയൊക്കെ ന്യൂനപക്ഷ സീറ്റുകളുണ്ടോ അവിടെ പോയി സ്ഥാനാർത്ഥി നിർത്തും, BSPയെ നിർത്തും. ഇങ്ങനെ ആകെ ഒരു കലാപാന്തരീക്ഷമായിരുന്നു BJPക്കെതിരെ. BJP ആണെങ്കിൽ പരമാവധി അതിൻ്റെ എല്ലാ സോഴ്സസിനെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ഈ തവണ പക്ഷേ അതില്ല. AMIM-ഉം BSPയും ഒക്കെ തന്നെയും അതിൻ്റേതായ ശ്രമം നടത്തുമെങ്കിൽ പോലും തളർന്നിടക്കുകയാണ്. ഇപ്പോൾ തെലങ്കാന കൂടി കോൺഗ്രസ് പിടിച്ചതോടുകൂടി AMIM-നെ കുറിച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ച് കൂടുതലായി ഒന്നും കേൾക്കുന്നില്ല. BSP ആണെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള അവസ്ഥയാണ്. അതേസമയം ആയിക്കോട്ടെ, സമാജ്വാദി പാർട്ടി ആയിക്കോട്ടെ, ആം ആദ്മി പാർട്ടി ആയിക്കോട്ടെ, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വഴങ്ങി നിൽക്കുകയാണ്. അതായത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ BJPയെ അകറ്റി നിർത്തേണ്ടതിൻ്റെ ആവശ്യകത യഥാർത്ഥത്തിൽ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഗോവയിൽ അവർ നിരുപാധികം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി. അപ്പോൾ ഒന്ന്, പലയിടങ്ങളിലും അവർക്ക് സ്ഥാനാർത്ഥികൾ സഖ്യമുണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. രണ്ട്, ഈ പറയുന്ന അനാവശ്യമായ സംസ്ഥാനങ്ങളിൽ ഇവർ പോയി സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്നുള്ളതുണ്ട്. ശരിയാണ്, ബംഗാളിൽ ഇനിയും സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു യോജിപ്പിന് കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും സാധിക്കാത്ത, എന്നാലും ഇടതുപക്ഷത്തിൻ്റെ ഒരു സാധ്യത എവിടെയില്ല. കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും അവിടെ ഒരു ധാരണയിലെത്താൻ സാധിക്കാതെ പോകുന്നത് ഒരു തിരിച്ചടിയായി വേണമെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ കാണാം. NDAയുടെ കാര്യത്തിൽ വന്നാൽ കോൺഗ്രസിനോ പ്രതിപക്ഷ പാർട്ടികൾക്കോ ഭരണവിരുദ്ധ വികാരം വലിയ നിലയിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ നേട്ടം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരു നമ്മൾ സർവേകൾ പൊതുവെ അതിൻ്റെ ശരാശരി നോക്കിയാൽ ഫെയർലി ഹൈ സാറ്റിസ്ഫാക്ടറി എന്ന നിലയിലാണ് നരേന്ദ്രമോദി സർക്കാരിനെ വിലയിരുത്തുന്നത്. 2004-ലും ഏതാണ്ട് സമാനമായ വിധത്തിൽ തന്നെയാണ് എല്ലാ സർവേകളും ഫെയർലി ഹൈ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റേറ്റിംഗ് അന്നത്തെ AB വാജ്പേയി സർക്കാരിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റിൽ സമാന്തരമായ ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ BJPക്കെതിരെ എന്നുള്ള ചോദ്യമാണ്. നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. വരാൻ പോകുന്നു, ഈ ജാതീയത ഉയർത്താൻ പോകുന്നു, സംവരണം വരാൻ പോകുന്നു, ജാതി സർവേകൾ കൊണ്ടുവന്ന് അത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാക്കാൻ പോകും. ആ വിഷയം തന്നെ ഉയർത്തിയ നിതീഷ് കുമാർ പോലും NDAയിലേക്ക് പോയതിലൂടെ BJPയുടെ ഒരു നാഷണൽ ഹിന്ദുത്വ നറേറ്റീവ് ഉണ്ടല്ലോ, ആ നറേറ്റീവ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ അജണ്ട. അതിനെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിയും എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസും മറ്റു പാർട്ടികളും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരം പറയുന്നത് എത്ര കണ്ട് അടിത്തട്ടിൽ പ്രവർത്തിക്കുമെന്നുള്ളത് ഈ സർവേകൾക്ക് എന്തായാലും പ്രവചിക്കാൻ കഴിഞ്ഞിട്ടില്ല, നമുക്കും അറിയില്ല. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് വ്യക്തതയില്ല ഈ ആൻറ്റി ഇൻകംബൻസി എത്ര കണ്ട് വൃത്തിയായി പണിയെടുക്കും എന്നുള്ളത്.
ഏതായാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് 23-ന് ബാലക്കോട്ട് ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള ഒരു നാഷണൽ അപ്രൈസിംഗ് ഉണ്ടായിരുന്നു, ഒരു ഹിന്ദുത്വ നാഷണലിസം ഉണ്ടായിരുന്നു. ആ നാഷണലിസത്തിലാണ് 2019 വിജയിക്കാൻ കഴിഞ്ഞത്. അതേപോലൊരു നറേറ്റീവ് ഇനി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് രാമക്ഷേത്ര നിർമ്മാണവും CAA അടക്കമുള്ള ഹിന്ദുത്വ അജണ്ടയാണ്. ആ ഹിന്ദുത്വ അജണ്ടയിൽ BJPക്ക് ജയിക്കാൻ കഴിയുകയാണ് എങ്കിൽ അത് എത്ര കണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുള്ള 3 ആയി തിരിച്ചാൽ വടക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വലിയ നിലയിൽ സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു 2019. അതാണ് നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇനി അവിടെ ഒന്നും കിട്ടാനില്ല, കൂടുതലായി ഒന്നും കിട്ടാനില്ല. പിന്നീട് അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഇന്ത്യയിലും ഉണ്ട്. ആ പടിഞ്ഞാറൻ ഇന്ത്യയിലേക്കും വലിയ നിലയിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. തെക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ, കിഴക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി പരിശോധന നടക്കേണ്ടത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഹാട്രിക് വിജയം നേടുകയാണ് എങ്കിൽ ഇന്ത്യയിൽ 2025 മുതൽ ഒരു പുതിയ നറേറ്റീവ് കൊണ്ടുവരാനും ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ മാറ്റം വരുത്തി ഒരു പുതിയ രാഷ്ട്രീയം കൊണ്ടുവരാനും ശ്രമിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ആ നിലയിലുള്ള ഒരു യോജിപ്പിന് BJPയെ NDAയെ തോൽപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ വിജയമായിരിക്കും. അതല്ല എങ്കിൽ ഞാൻ കാണുന്നത് രാജ്യത്തിൻ്റെ ഭാവി തന്നെ, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഭാവി തന്നെ അപകടത്തിലാകും എന്നാണ്. Meet the editors.